ദോഷിയാമെന്നെ തേടിയോ ക്രൂശുവരെയും താണു നീ പ്രാണനും നൽകി സ്നേഹിപ്പാൻ പാപിയിൽ കണ്ടതെന്തു നീ. ദൈവത്തിനോടുള്ള കാര്യത്തിൽ അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൊടുത്തുവിട്ടാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. പക്ഷേ ഇവന് കൊടുത്തുവിട്ടാൻ പറ്റും. എങ്ങനെ? അവനോട് കടംപെട്ടവരോട് ക്ഷമിക്കാൻ അവന് പറ്റും. അതാണ് വാസ്തവത്തിൽ കൊടുത്തു വീട്ടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് ലഭിച്ച വലിയ പാപക്ഷമ തന്നെ ഇല്ലാതെയാകുമെന്ന്. ഇതാര് പറഞ്ഞതാ? സാജു പറഞ്ഞതല്ല. ഇത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. 35-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ ഓരോരുത്തൻ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോട് ചെയ്യും. എന്ത് ചെയ്യും? എന്ത് ചെയ്യും പ്രിയമുള്ളവരെ? നമുക്ക് കർത്താവ് നൽകിയ പാപക്ഷമയെ സ്വർഗസ്ഥ പിതാവ് എടുത്തു കളയുമെന്നാണ് കർത്താവ് പറയുന്നത്. നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ? ഇത് സീരിയസ് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് സഭയിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് വാസ്തവത്തിൽ നമ്മുടെ നമ്മൾ പറയും നമ്മൾ ഉപദേശത്തിൽ തികഞ്ഞവരാണെന്ന്. എന്തോ ഉപദേശമാണ് നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത്? ഈ ഉപദേശം പഠിപ്പിക്കുന്നതിനകത്ത് എന്താ നമ്മൾ മടി കാണിച്ചത്? ഈ ഉപദേശം പഠിപ്പിക്കുന്നതിനകത്ത് മടി കാണിച്ചാൽ പിന്നെ നമ്മളെങ്ങനെയാണ് ഉപദേശത്തിൽ പൂർണ്ണതയുള്ളവരാകുന്നത്? എന്താണ് ഉപദേശം? നിങ്ങളുടെ സകല പാപക്ഷമയും ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഒരു ചെറിയ ആക്ട് മതി. എന്താണ്? നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാതിരുന്നാൽ മതി. ഹൃദയപൂർവ്വം എന്നുള്ള വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൃദയപൂർവ്വം ക്ഷമ എന്ന് പറഞ്ഞൊരു കാര്യം ഇന്നിപ്പോൾ ഇല്ല. ഇന്ന് ആക്ഷരികമായിട്ടുള്ള ക്ഷമ പറച്ചിലൊക്കെ ഉണ്ട്. ബ്രദർ അങ്ങ് ക്ഷമ ചോദിച്ചാട്ട് രണ്ടുപേരെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഉടനെ എന്താ പറയുന്നത്? പാസ്റ്റർ പറയും ബ്രദർ അങ്ങ് ക്ഷമ ചോദിച്ചാട്ട്. അതിന് ഞാനെന്തോ ചെയ്തത്? ചെയ്താലും ചെയ്തില്ലെങ്കിലും ബ്രദർ അങ്ങ് ക്ഷമ ചോദിച്ചാട്ട്. ശരി, എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചേക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ചേരെ. പ്രിയമുള്ളവരെ, ഇങ്ങനെ രണ്ട് വർത്തമാനം പറഞ്ഞതുകൊണ്ട് നേരെ ഉടലോടെ സ്വർഗത്തിൽ പോകുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞു പഠിപ്പിച്ചത്? ഇത് വല്ലതും ദൈവസന്നിധിയിലെ ക്ഷമ ചോദിക്കലോ ക്ഷമ പറച്ചിലോ വല്ലതും ആണോ? ഇതും കൊണ്ടെങ്ങാനും രക്ഷപ്പെടാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. സ്വർഗത്തിലെത്തുമെന്ന് വളരെ ഉറപ്പോടെ ജീവിച്ചിരിക്കുന്ന പല വിശ്വാസികളും അവിടെ ചെല്ലുമ്പം കാണത്തില്ല. അതിന് യാതൊരു സംശയമില്ല. കാരണം എന്നറിയാമോ? പ്രധാനപ്പെട്ട കാരണം ഇതാണ്. നമ്മുടെ സ്വർഗപ്രവേശനത്തെ തടയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? മറ്റൊന്നുമല്ല, നമ്മൾ മറ്റുള്ളവരോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കാത്തതാണ്. മറ്റുള്ളവരോട് അവർ നമ്മളോട് ചെയ്തെന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാത്തതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ചെറിയ വാക്കുകളും വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വെടിപ്പാക്കുന്ന, ചെത്തിക്കളയുന്ന ചാട്ടുളിയായി അല്ലെങ്കിൽ ഒരു കൊത്തുളിയായിട്ട് പ്രവർത്തിക്കണം. നിങ്ങളിതിനെ ആലോചിച്ചു. ആരോടെങ്കിലും ക്ഷമിക്കാൻ മനസ്സില്ലാത്ത ഹൃദയപൂർവം, ദാറ്റ് ഈസ് വെരി എസെൻഷ്യൽ. ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പക വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും നിലയിൽ ഒരാളോടുള്ള കയ്പുള്ള വേരും വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും നിലയിൽ അസൂയയോ പകയോ പിണക്കമോ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ ബന്ധത്തിന് വിഘാതം സംഭവിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാകണം. അതാണ് നമ്മൾ യേശു കർത്താവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമ റദ്ദാക്കപ്പെടുകയാണ്. ഇവിടെ നമ്മൾ യേശു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായിക്കാൻ ഇവരോട് ക്ഷമിക്കണമേ എന്നുള്ള വാക്ക്, നമ്മൾ ഗ്രീക്ക് ഭാഗം അത് വായിക്കുമ്പോഴത്തേക്ക് യേശു പ്രാർത്ഥിച്ചെന്നല്ല എഴുതിയിരിക്കുന്നത്, പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒറ്റ പ്രാർത്ഥന ഒരു നിമിഷം കൊണ്ട് പറഞ്ഞതല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട്. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരന്തരമായ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥന, നമ്മൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുന്നത്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമുക്കൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. 1-2 വാക്ക് പറഞ്ഞാൽ അതെല്ലാം ദൈവം അങ്ങ് അതുപോലെ അങ്ങ് എടുത്തോളുമെന്ന്. അതുകൊണ്ടാണ് എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേരെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ റിലീസ്ഡ് ആയെന്ന് ചിന്തിക്കുന്നു. നിങ്ങൾ റിലീസ്ഡ് ആയിട്ടില്ല. കാര്യം ദൈവം വാക്കുകളെ അല്ല നോക്കുന്നത്, അതിനപ്പുറത്ത് നിങ്ങളുടെ ഹൃദയമാണ് നോക്കുന്നത്. ഹൃദയപൂർവ്വം ഏത് കാര്യവും ചെയ്യുന്നത് ഹൃദയപൂർവ്വമായിരിക്കണം. ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഹൃദയപൂർവ്വമാണെന്നതിൻ്റെ തെളിവെന്താണ്? അത് നിരന്തരമായി അവൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നറിയാമെങ്കിലും ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന എന്താണ്? സങ്കീർത്തനം വായിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സഭയിൽ ചിലപ്പം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്.
അങ്ങനെ സങ്കീർത്തനം വായിച്ചു കഴിഞ്ഞിട്ട് വേദപുസ്തകം നമ്മൾ കയ്യിലടച്ച് താഴോട്ട് വെച്ച് അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഇരിക്കുമ്പോൾ പാസ്റ്റർ പറയും നമുക്ക് ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി അല്പസമയം ചെലവഴിക്കാം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സഭകളുടെ നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ചൈനയിലും റഷ്യയിലും ബർമയിലും ഒക്കെയുള്ള സുവിശേഷ പ്രവർത്തകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ സഹോദരങ്ങൾ വിദേശത്തായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെല്ലാവരെയും ഓർത്ത് ഇപ്പോൾ ഇനി അച്ചായൻ പ്രാർത്ഥിക്കാം. അന്നേരം അച്ചായൻ ഓർത്ത് ഞാനാണല്ലോ പ്രാർത്ഥിക്കേണ്ടത്. എന്തുവാന്നോട്ട് അച്ചായൻ ശ്രദ്ധിച്ചില്ല. പിന്നെ കർത്താവേ, ദൈവദാസൻ പറഞ്ഞതായ എല്ലാ വിഷയങ്ങളെയും ഞാൻ നിന്റെ സന്നിധിയിൽ ഫലമേൽപ്പിക്കുന്ന കർത്താവേ, നീ എല്ലാവരെയും വിടുവിക്കണേ കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവരും അങ്ങ് രക്ഷപ്പെട്ടു അല്ലേ? റഷ്യയും ബർമായും എല്ലാം ഒറ്റയടിക്ക് മാനസാന്തരപ്പെട്ടു ഈ ഒരു വാക്ക് പറഞ്ഞ ഉടനെ. പ്രിയമുള്ളവരെ, അതൊന്നുമല്ല മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത്. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇടയ്ക്ക് കയറി നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ കോപം ഇവരുടെ മേൽ വീഴാതെ വണ്ണം ഇടയ്ക്ക് കയറി നിൽക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. എസ്കേലിൻ്റെ പ്രവചനത്തിൽ ഞാൻ അവരെ എൻ്റെ കോപത്തിൽ നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവർക്കും എനിക്കും മധ്യത്തിൽ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ഇടിവിൽ നിൽക്കേണ്ടതിന്, മതിൽ കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ഞാൻ ആരെയും കണ്ടില്ല. മതിൽ കെട്ടി ഇടിവിൽ നിൽക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ കോപം അവിടുന്ന് വരുമ്പോൾ അത് ജനങ്ങളുടെ മേൽ പതിക്കാതെ അത് എൻ്റെ മേൽ പതിച്ചോട്ടെ എന്ന് പറഞ്ഞ് അവരുടെ നാശത്തെയും അവരുടെ വേദനകളെയും അവരുടെ മേലുള്ള ദൈവകോപത്തെയും ഏറ്റെടുക്കുന്നത്രയും ആഴമുള്ളതാണ് മധ്യസ്ഥ പ്രാർത്ഥന. അല്ലാതെ രാജ്യങ്ങളുടെ കർത്താവേ റഷ്യയ്ക്ക് വേണ്ടി, കർത്താവേ ജർമ്മനിക്ക് വേണ്ടി, കർത്താവേ ഇംഗ്ലണ്ടിന് വേണ്ടി, കർത്താവേ ബർമയ്ക്ക് വേണ്ടി, കർത്താവേ ശ്രീലങ്കയ്ക്ക് വേണ്ടി എന്ന് 16 വാക്ക് പറഞ്ഞതുകൊണ്ട്, അങ്ങനെ പറയുന്നതിനകത്ത് ഞാൻ കുറ്റം പറയുന്നതല്ല, 16 വാക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം മധ്യസ്ഥ പ്രാർത്ഥനയാകുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ആ ജനങ്ങളോടുള്ള സ്നേഹം ഉണ്ടായിട്ട് അവരെ ദൈവം വിടുവിക്കേണ്ടതിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ഹൃദയവേദനയോടുകൂടിയുള്ള ഞരക്കമാണ് മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് യേശു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവരോടെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, അത് ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നവരോട് മാത്രമല്ല, പ്രത്യുത അതിൽ ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊണ്ടിരിക്കുകയാണ്. അത് ഞാനും നിങ്ങളുമൊക്കെ ഈ മധ്യസ്ഥതയിൽ ഉൾക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വി ഓൾസോ ആർ പാർട്ട് ഓഫ് ദാറ്റ്. നമ്മളും അതിൻ്റെ ഭാഗമാണ്. അന്ന് കർത്താവ് 2000 വർഷം മുമ്പ് പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഈ സാജുവിനെയും നിങ്ങളെയും എന്നെയും എല്ലാവരെയും അതിനകത്ത് കർത്താവ് ഉൾക്കൊള്ളിച്ചിരുന്നു. ഒരുപക്ഷെ ഈ പുത്രൻ്റെ മധ്യസ്ഥതയാണ് നമുക്ക് മടങ്ങി വരുവാനുള്ള ഒരു അവസരം കൂടെ കർത്താവ് വീണ്ടും വീണ്ടും തന്നുകൊണ്ടിരിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മളവിടെ ഇതിന് മധ്യസ്ഥതയ്ക്ക് കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ചുള്ള ഒരു നല്ല ഉപമ കർത്താവോടെ പറയുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരുത്തിന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും, അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. അതിനവൻ, കർത്താവേ, ഞാനതിന് ചുറ്റും കിളച്ച വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇത് നിരന്തരമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പുത്രനായ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപേക്ഷയാണ്. എന്നെക്കുറിച്ച്, നിങ്ങളെ ഓരോരുത്തരെയും കുറിച്ച്. എന്താണ് കർത്താവ് ചോദിക്കുക? പിതാവ് ചോദിക്കുകയാണ്, എന്തിനാ ഇത് വെറുതെ നിർത്തിയിരിക്കുന്നത്? ഇത് നിലത്തെ ഇതിന് ഞാൻ എത്ര നാളായിട്ട് 3 സംവത്സരമായി ഞാനിതിന് വളമിട്ടുകൊണ്ടിരിക്കുന്നു, ഫലമൊന്നും കാണുന്നില്ലല്ലോ, ഇതിനെ വെട്ടിക്കളക. ഉടനെ പുത്രൻ ചെന്നിട്ട് പറയാണ്, 1 വർഷം കൂടെ. പിതാവ് പറയുന്നത് എന്താണ്? ഇതിനെ വെട്ടിക്കളഞ്ഞിട്ട് വേറൊരു തൈ വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ലതല്ലേ? ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം. അതുകൊണ്ടാണ് ഇത് നിലത്തെ വൃഥാവാക്കി കളയുന്നത്. എന്തിന്? നമുക്ക് ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തെ വെക്കാമല്ലോ. പുത്രൻ പറയാണ്, 1 വർഷം കൂടെ, 1 വർഷം കൂടെ നോക്കാം, ഞാനതിനെ കിളച്ച് വളമിടാം. അങ്ങനെ വളമിട്ട് മേലാൽ ഫലം കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം. ഒരുപക്ഷെ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവസന്നിധിയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതായ ഈ 1 വർഷം, അല്ലെങ്കിൽ 2 വർഷം, അല്ലെങ്കിൽ 5 വർഷം, കഴിഞ്ഞ നാളുകളിൽ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ലഭിച്ച എക്സ്ട്രാ ദിനങ്ങളാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന എക്സ്ട്രാ ദിനങ്ങളാണ്, അല്ലാതെ നമുക്ക് യോജിക്കുന്ന ദിവസങ്ങളല്ല, എക്സ്ട്രാ ദിനങ്ങൾ. പക്ഷേ ഈ മധ്യസ്ഥതയിൽ നമ്മൾ വീണ്ടും ഫലം കായ്ച്ചില്ലെങ്കിലോ? ആ ഒരു ചോദ്യം വീണ്ടും അവശേഷിക്കുകയാണ്. പുത്രനും പറയാണ്, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം.
എന്താണ് എൻ്റെ അർത്ഥം? മധ്യസ്ഥതയ്ക്കും ഒരു കാലമുണ്ട്. ആ കാലത്ത് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ മേലാൽ ഫലം കായ്ച്ചെങ്കിലോ കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. പുത്രൻ്റെ മധ്യസ്ഥത കൊണ്ടല്ലേ നമ്മൾ വീണ്ടും നിലനിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അവന് വേണ്ടി ഫലം കായ്ക്കാൻ അവൻ നമുക്ക് നൽകിയ അവസരങ്ങൾ എത്രയോ പ്രാവശ്യം നമുക്ക് കിളച്ച് വളമിട്ടതാണ് അവൻ. എത്രയോ പ്രാവശ്യം നമ്മളിൽ നിന്ന് ഫലം പ്രതീക്ഷിച്ചതാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഫലം കായ്ക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? അതോ നിലത്തെ നിഷ്ഫലമാക്കുകയാണോ? അടുത്തുള്ള മുന്തിരി വൃക്ഷങ്ങളെ കൂടെ നമ്മൾ നശിപ്പിച്ചു കളയുകയാണോ? മുന്തിരിത്തോട്ടത്തിനുള്ളിലെ ഒരു അത്തിവൃക്ഷമാണിതെന്ന് ആലോചിക്കണം. ഒരുപക്ഷെ ആ നിലത്തിന് ഏറ്റവും നല്ല ഫലം കൊടുക്കേണ്ട മുന്തിരി വൃക്ഷങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന് കനിവ് തോന്നിയിട്ടാണ് ഈ അത്തിവൃക്ഷത്തെ ശേഷിപ്പിച്ചതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. അങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് വേണ്ടി സ്വർഗസ്ഥ പിതാവിനോട് മധ്യസ്ഥത അണയ്ക്കുന്ന നമ്മുടെ ആത്മമണവാളൻ ഒരു വർഷം കൂടെ എന്ന് പറഞ്ഞ് എത്ര നാളായിട്ട് കാത്തിരിക്കുന്നു. ഇന്ന് ഈ പകൽ നേരത്ത് അവൻ്റെ മധ്യസ്ഥതയുടെ ഫലമായിട്ടല്ലേ ഞാൻ നിൽക്കുന്നത്? നമ്മളൊന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, അവൻ്റെ മധ്യസ്ഥത കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ദൈവത്തിൻ്റെ സന്നിധി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നതിനായ ഒരു കർത്താവ്. അതിനുവേണ്ടിയാണ് വാസ്തവത്തിൽ അവൻ എല്ലാ പാപങ്ങളും ഏറ്റെടുക്കുന്നത്. ക്രൂശിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, പാപം അറിയാത്തവനെ അവൻ നമ്മുടെ നീതിയാകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു? പാപമാക്കി തീർത്തു. അവൻ പാപിയാക്കുകയല്ല, യേശുവിനെ ദൈവം പാപിയാക്കുകയല്ല ചെയ്തത്, പാപമാക്കി തീർത്തു. പാപത്തിൻ്റെ എല്ലാ ക്രൂരതകളും നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുവാൻ കർത്താവ് തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് നമ്മൾ ക്രൂശിൽ കാണുന്നത്. എന്നാൽ ഈ ക്രൂശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ കാഴ്ച, എൻ്റെ പാപത്തിന് ലോകത്തിലെ ഏറ്റവും നിർദോഷിയായ വ്യക്തിയോട് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഈസ് നോട്ട് ഡൈയിങ് ഫോർ മൈസെൽഫ്, ഈസ് നോട്ട് ഡൈയിങ് ഫോർ ഹിംസെൽഫ്, ഈസ് ഡൈയിങ് ഫോർ മീ. അവന് വേണ്ടി അല്ല മരിക്കുന്നത്. അവൻ ആർക്ക് വേണ്ടിയാണ് മരിക്കുന്നത്? അവൻ എനിക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. എൻ്റെ പാപത്തിന് ലോകത്തിലെ ഏറ്റവും നിർദോഷിയായ മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് വാസ്തവത്തിൽ നമ്മൾ ക്രൂശിൽ കാണുന്നത്. ഞാനൊരു സ്റ്റോറി ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പാപിയായ കള്ളുകുടിയനായ ഒരു മകൻ, അവൻ മദ്യപിച്ച് അവൻ്റെ തലയ്ക്ക് വെളിവില്ലാതെ ഒരു ഗണ്ണും എടുത്തുകൊണ്ട് വെടിപൊട്ടിക്കാനായിട്ട് ഇങ്ങനെ നോക്കി നടക്കണം. എല്ലാവരുടെയും മുമ്പിൽ വിരലിച്ചു തോക്ക് ചൂണ്ടിക്കൊണ്ട് നടക്കുമ്പോൾ അവൻ്റെ അപ്പൻ വന്നു പറഞ്ഞു, മോനെ നീ തോക്ക് താഴെയിട്. അവൻ്റെ മുന്നിൽ നിൽക്കുന്ന അപ്പനാണെന്നുള്ള മനസ്സിലാക്കാനുള്ള മാനസികാവസ്ഥയിൽ പോലുമല്ല അവനിങ്ങനെ തോക്ക് ചൂണ്ടിയപ്പോഴത്തേക്ക് ധൈര്യപൂർവ്വം ഈ പിതാവ് അവൻ്റെ അടുത്ത് ചെന്ന് തോക്ക് പിടിച്ചു വാങ്ങാനായിട്ട് പരിശ്രമിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? അവൻ്റെ കയ്യിൽ നിന്ന് തോക്ക് പൊട്ടി ആ പിതാവിൻ്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട വിതുർന്നു. ആ പുത്രൻ്റെ പാപം ആ പിതാവിൻ്റെ മരണത്തിൽ കലാശിച്ചു. ഏതാണ്ട് ഇതുപോലെയൊക്കെ ഒരു കാര്യമാണ് വാസ്തവത്തിൽ ക്രൂശിൽ സംഭവിക്കുന്നത്. എൻ്റെ പാപത്തിന് നിർദോഷിയായ യേശു കർത്താവ് എന്ത് വില കൊടുക്കേണ്ടി വന്നു എന്നാണ് നമ്മൾ കാൽവറി ക്രൂശിൽ കാണുന്നത്. ലോകത്തിൻ്റെ ഭൂമുഖത്ത് ഇന്നുവരെ ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരിലും നിർദോഷിയായ ദ മോസ്റ്റ് ഇന്നസെന്റ് മാൻ ഹു ലിവ്ഡ് എവർ ഓൺ ദ ഫേസ് ഓഫ് ദിസ് പ്ലാനറ്റ് എർത്ത്, ദാറ്റ് ഈസ് ജീസസ്. അവനെ എങ്ങനെ തകർക്കുവാൻ എൻ്റെ പാപത്തിന് കഴിയും എന്നാണ് കാൽവറി ക്രൂശിൻ്റെ ദർശനം. ഇറ്റ് ഈസ് മൈ സിൻ ആൻഡ് യുവർ സിൻ. എന്നിട്ടും അവൻ്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുന്നവന് വേണ്ടി പോലും പ്രാർത്ഥിക്കുന്നത് പോലെ യേശു കർത്താവ് തന്നെ ക്രൂശിച്ച, ഹൂ ക്രൂസിഫൈഡ് ജീസസ്? ഇറ്റ് ഈസ് മീ ആൻഡ് യു. യഹൂദന്മാരാണ് ക്രൂശിച്ചതെന്ന് ചിന്തിക്കരുത്. എൻ്റെ പാപമാണ് അവനെ ക്രൂശിച്ചത്. അവൻ എനിക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. പക്ഷെ ഞാനതിനെ എങ്ങനെയാണ് കാണുന്നത്? വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം പോലും ഞാനിതിൻ്റെ സത്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. ലോകത്തെ അവൻ എങ്ങനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, ഇതെല്ലാം അറിയാനായിട്ട് ഞാൻ ക്രൂശിലേക്ക് മാത്രം നോക്കിയാൽ മതി. ആ ക്രോസ്, ആ ക്രൂശിൻ്റെ ദർശനമാണ് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ എനിക്ക് പ്രേരണയാകുന്നത്. ഇഫ് ജീസസ് വാസ് ഡൈയിങ് ഫോർ മീ ആൻഡ് ഫോർ ഗിവിങ് ഓൾ മൈ സിൻസ്, യേശു ക്രൂശിൽ മരിച്ചുകൊണ്ട് എൻ്റെ സകല പാപങ്ങളെയും മോചിക്കുവാനും ക്ഷമിക്കുവാനും അവൻ തയ്യാറായെങ്കിൽ, എനിക്ക് കൊടുത്തു വീട്ടുവാൻ കഴിയാത്തത്ര വലിയ പാപക്കടം അവൻ കൊടുത്തു വീട്ടിയെങ്കിൽ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. നഷ്ടം എനിക്കാ. വെൻ ഐ ഡു നോട്ട് ഫോർഗിവ്, ഐ എം ദ ലൂസർ. ഞാൻ മറ്റുള്ളവർ ക്ഷമിക്കാതിരിക്കുമ്പോൾ നഷ്ടം അനുഭവിക്കുന്നത് ഞാനാണ്. എന്താണ് എൻ്റെ നഷ്ടം? എൻ്റെ നഷ്ടമെന്ന് പറയുന്നത് നിത്യതയാണ്. നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വേദഭാഗം നമ്മുടെ സഭകളിൽ എത്ര ആഴത്തിൽ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ വേദഭാഗം നമ്മുടെ നേതാക്കന്മാർ എത്ര ആഴത്തിൽ വായിക്കേണ്ടിയിരിക്കുന്നു. ഈ വേദഭാഗം
നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളോട്, മക്കളോട്, മരുമക്കളോട്, അമ്മായിയമ്മയോട്, സഹോദരങ്ങളോട്, നമ്മുടെ സഭയിലെ മറ്റുള്ള നമുക്കെതിരെ കഥകൾ മെനയുന്നവരോട്, നമ്മുടെ അയൽവക്കക്കാരോട്, സുവിശേഷ വിരോധികളോട്, ജീവിതത്തിൽ നമ്മൾ ശത്രുക്കളെന്ന് കാണുന്ന എല്ലാവരോടും ക്ഷമിച്ചുകൊണ്ട്, നിരന്തരം ക്ഷമിച്ചുകൊണ്ട്, പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയാമെങ്കിലോട് ക്ഷമിക്കണമെന്ന് പുത്രൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ്. നിരന്തരം. അതുപോലെ നിരന്തരം പാപക്ഷമയുടെ ആ വലിയ സൗഭാഗ്യം അനുഭവിപ്പാൻ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, ശരിയാണ്. പക്ഷെ അതെല്ലാം നഷ്ടമാകാൻ ഒരൊറ്റ നിമിഷം മതി. എന്ത്? നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ മറ്റുള്ളവരോട് ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്ഥ പിതാവ് നിങ്ങളോടും അങ്ങനെ തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. നിൻ മഹാസ്നേഹമേശുവേ, എൻ മനസ്സിനഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിന്നതീതമേ, നിൻ മഹാസ്നേഹമേശുവേ, എൻ മനസ്സിനഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിന്നതീതമേ. താരകങ്ങൾക്കുമീതയും താവക സ്നേഹമുന്നതം, താരകങ്ങൾക്കുമീതയും താവക സ്നേഹമുന്നതം, ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴമഗാധമെൻ പ്രിയ, ആഴിയിലും നിൻ സ്നേഹത്തിൻ ആഴമഗാധമെൻ പ്രിയ, നിൻ മഹാസ്നേഹമേശുവേ, എൻ മനസ്സിനഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിന്നതീതമേ. ദോഷിയാമെന്നെ തേടിയോ ക്രൂശുവരെയും താണു നീ, ദോഷിയാമെന്നെ തേടിയോ ക്രൂശുവരെയും താണു നീ, പ്രാണനും നൽകി സ്നേഹിപ്പാൻ പാപിയിൽ കണ്ടതെന്തു നീ, പ്രാണനും നൽകി സ്നേഹിപ്പാൻ പാപിയിൽ കണ്ടതെന്തു നീ, നിൻ മഹാസ്നേഹമേശുവേ, എൻ മനസ്സിനഗാധമേ, എന്നിൽ നിൻ സ്നേഹ കാരണം എന്നറിവിന്നതീതമേ.